ഇതെൻ്റെ ഇളയപ്പൻ്റെ ലോഡ്ജാണ്. ഈ ലോഡ്ജിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, പോലീസ് ഒരു പ്രാവശ്യം പോലും റെയ്ഡിന് വരാത്ത സിറ്റിയിലെ ഏക ലോഡ്ജാണിത്. അതിന് ഒരു കാരണവുമുണ്ട്. കർത്താവേ, ഇന്ന് ആരെങ്കിലും 10 പേര് തരണേ, അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോവും. ഞാൻ വേറെ നീ എന്തോടെ രാവിലെ തന്നെ പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോകണ്ടോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നിങ്ങളോട് എത്ര തവണ പറഞ്ഞ ഓടന്ന് മാറ്റാൻ? ഇന്നലെ പെയ്ത മഴ മൊത്തം എന്റെ മേത്താ. അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചല്ലോടാ സുമേഷ്. സുമേഷ് അല്ല, സുസ്മേഷ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഓടല്ലേ. നീ നോക്കിയോ, ഇന്ന് നല്ലൊരു കോൾ ഇവിടെ തടയാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഓടും മാറ്റാം, വൈഫൈ ശരിയാക്കാം. ശരിയാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേ പെട്ടിയും കിടക്കെടുത്ത് ഞാനങ്ങ് പോകും. ഓ, കൃത്യമായി വാടക തരുന്നതിന്റെയൊക്കെ അഹങ്കാരവേ തെണ്ടിയൊക്കെ. ചേട്ടാ എന്തോ എന്താ ചേട്ടാ, റൂമുണ്ടോ? ഉണ്ടല്ലോ. കൂടെ ആരാ? കൂടുള്ള ആരാലെന്താ, തനിക്ക് ആശ കിട്ടിയാ പോരെ? കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കും. അറിയിച്ചിട്ടുണ്ട്. ആരെ? ഈ കണ്ടതാണ് നല്ലവനായ സർവോപരി നാറിയായ എൻ്റെ ഇളയപ്പൻ പറഞ്ഞത്. ഈ ദരിദ്രവാസിയെ ഏണിവെച്ചു ചുറ്റുന്ന ചില പരമനാറികളുണ്ട് ഇവിടെ. ആ പറഞ്ഞ വ്യക്തികൾ ഞങ്ങളാണ് സർ. ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഷിബു. ഇത് പ്രൊഫഷണൽ അല്ലാത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ബാലു. സംഭവം കൊള്ളാം, പക്ഷെ കല്യാണ വീഡിയോ തകർക്കണം. പിന്നെ ബാഹുബലിയെ തകർക്കണം. അല്ല, അതാരാ? മുതലാളി ആയിരിക്കും അല്ലേ? ഇവനാ, ഇവൻ വെറും ലൈറ്റ് ബോയ്. പന്തി, എല്ലായിടത്തും ഇതാണല്ലോ നിന്റെ പണി. വൈകുന്നേരം കാശിന് വാട്ടാ. അതെ, ആ കുട്ടീനെ ഒരു സഹോദരിയായിട്ട് കണ്ടാ മതി കേട്ടാ. അങ്ങനെ നീ കണ്ടാ മതി. കാണിച്ചോ അണ്ണാ. നാളെ എന്തെങ്കിലും കഴിക്കാം. അതല്ല അണ്ണ, എന്താ ആ കുട്ടിയില്ലേ, അവളെന്റെ ലൈനാ. എങ്ങനെ? തെണ്ടി നടക്കുന്നുണ്ട്. എവിടെ ചെന്നാലും ഇതാണല്ലോ ഈശ്വരാവസ്ഥ. അന്ന് മുതൽ ഊണും ഉറക്കവും ഒന്നുമില്ല ഞാൻ അവളുടെ പുറകെ. അതുകൊണ്ടാണ് അണ്ണനോട് പറഞ്ഞത് അണ്ണൻ അവളെ ഒരു പെങ്ങളായിട്ട് കാണണം പ്ലീസ്. അത് തന്നെ ഞാൻ നിന്നോടും പറഞ്ഞു, നീ അവളെ സഹോദരിയായിട്ട് കാണാൻ. എന്നുവെച്ചാ ഇതിന് ഷുഗർ ഉണ്ടോ? പിന്നെ ഷുഗർ 400 ആണോ?
അത്രല്ലേ ഉള്ളൂ. അല്ലാതെ അവൾ അണ്ണനോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ലടാ. അണ്ണൻ നോക്കിക്കോ, ഞാൻ അവളെ വളച്ചെന്റെ പോക്കറ്റിലിടും. ആ പോക്കറ്റ് എന്റെ ആയിരിക്കും. അയ്യേ, ഇയാൾ എന്താണ് ഒരു മാതിരി? കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ല. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനിട്ടാ. 3-4 മാസമായിട്ട് വാടക കൊടുത്തിട്ട് ഇനിയും കൊടുത്തില്ലെങ്കിൽ അയാൾ ചവിട്ടി പുറത്താകും. കാര്യന്റെ ഇളപ്പനൊക്കെയാണ്. ലോകം മുടയാള്. ആദ്യം അതിനൊരു വഴി ഉണ്ടാക്ക്, എന്നിട്ട് മതി കല്യാണോ ഫസ്റ്റ് നൈറ്റ് ഒക്കെ. എടാ അടിമേ, നീ എന്താടാ ഒരുമാതിരി വെറുത്ത പോലെ പറഞ്ഞേ? നിനക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ. എന്തെങ്കിലും വഴി വരട്ടെ, അപ്പൊ ശരിയാക്കാം. നമുക്ക് നീയല്ലേ ഉള്ളു മുത്തേ. നിന്റെ ഇളയപ്പനല്ലേ, എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചെടുത്തടാ. ഇളയപ്പനെ പിടിച്ചെടുത്താൻ എനിക്ക് പറ്റൂല, പക്ഷെ ഒരു വഴിയുണ്ട്. മുകേഷ്, ഒരു വഴിയില്ലഞ്ഞിട്ടാ മുട്ടാനാണ് ഒരു വാതിലുമില്ല. നിനക്ക് ഇനിയൊരു മുട്ടുണ്ടാവില്ല, പക്ഷേ നീ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? എടാ, എന്റെ ലോഡ്ജിൽ താമസിക്കുന്നത് സിനിമാക്കാരാ. അത് ഇന്നുവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് വേഷമാർ താമസിക്കുന്നവരാ. അവരുടെ മെയിൻ ലൊക്കേഷനും എന്റെ ലോഡ്ജ് തന്നെയാണ്. നീ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവർക്ക് നിന്നോടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, ഒരു മതിപ്പുണ്ടാവും. അവരുടെ കൂടെ അങ്ങോട്ട് ഒട്ടി നിക്ക, മനസ്സിലായ? പിന്നെ നിന്റെ സമയം തെളിഞ്ഞു. മുകേഷ്, നീ ആരാ പിന്നെ? ആരാ? മലയാള സിനിമയുടെ പുതിയ മുകേഷാണ്. മുകേഷ്. എടാ, നീ എന്താ ആലോചിക്കണേ? അത് ഞാൻ ഭാവിയിലൊരു മുകേഷ് ആകുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. നല്ല രസല്ലേ? ഒരു മമ്മൂട്ടിയ മോഹൻലാലായിരുന്നെങ്കിൽ. നീ പോയവിടുന്ന്, അതൊന്നും വേണ്ട. മുകേഷ് നല്ലത്. എന്നാലേ ഭാവിയിൽ ഒരു MLA ആകാൻ പറ്റുള്ളൂ. നല്ല അന്തസ്സുള്ള MLA. അതൊക്കെ അവിടെ നിന്ന് കിട്ടെ, മാറ്ററിൽ കിടക്കാം. ഇദ്ദേഹമാണ് വേൾഡ് ഫേമസ് ക്യാമറമാൻ ഷിബു. ഇത് കുപ്രസിദ്ധ ഡയറക്ടർ ബാലു പോളയത്തോട്. അദ്ദേഹമാണ് വേദനിക്കാത്ത കോടീശ്വരൻ അയത്തിൽ അമ്പിളി. അതെന്താ ചേട്ടാ വേദനയില്ലാത്ത? അല്ല, അത് പിന്നെ എനിക്ക് പിന്നെ ഇട്ടുവിടാനുള്ള സ്വത്തുണ്ടല്ലോ. പോരാത്തിന് 3 ബോട്ടുചട്ടിയുണ്ട്. അതെ, ഓട്ടച്ചട്ടി. അല്ല, അങ്ങനെയല്ല, സാറിന്റെ ബോട്ട് ചട്ടിയെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെന്ന് പറഞ്ഞാണ്. അല്ല, നമുക്ക് ഇവന് പറ്റിയൊരു വേഷം കൊടുക്കണ്ടേ? ക്യാമറമാനോ? യെസ്. അവന്റെ ലുക്ക് ഒന്ന് നോക്കൂ. നോക്കൂ. ക്യാമറമാൻ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളി, സൂപ്പറല്ലേ? അണ്ണാ, ഇത് എനിക്കുള്ളതാ. ഞാൻ ആണാണെങ്കിൽ ഇതിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. ചേട്ടാ, ഞാൻ അത്രക്കാരനല്ലേട്ടാ. ഇവനെ ഏതാ? എങ്ങോട്ടാണ് രാവിലെ തന്നെ? ഇന്നലെ സ്വപ്നത്തിൽ അമ്മ വന്നായിരുന്നു. ആരുടെ? ആരമ്മേലടാ, അമ്മ മഹാമായ. ഈടായിട്ട് ഒട്ടും അമ്പലത്തിൽ പോക്കില്ല. അമ്മ ആകെ കോപിച്ചിരിക്കുക. ഇന്ന് ഏതായാലും അമ്പലത്തിൽ പോണം. സത്യം പറ, നിങ്ങളുടെ അമ്മ മഹമായ അവളല്ലേ? അതാടാ. എന്തേ? ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അവൾ എന്റെയാന്ന്. 100 പ്രാവശ്യം. അയ്യടാ, ഒന്ന് പോടാന്ന്. എന്റെയാണ് പോലും. അണ്ണനെ അറിയോ, ഞാൻ ഇന്നലെ കൂടെ അവളെ സ്വപ്നം കണ്ടേ ഉള്ളൂ. എന്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിന്റെ പേരെന്താ അറിയോ? എന്തോന്ന്? ഷിബു. ഷിബു ഓപ്പി. പേരിലൊക്കെ ഓക്കെ, പക്ഷെ കൊച്ചിന് തന്ത ഞാനായിരിക്കും. അതങ്ങ് പരപ്പരങ്ങാടിച്ചെന്ന് പറഞ്ഞാ മതി. അയ്യോ, എന്തുന്നാടത്? കന്നിമാസത്തിൽ കുടിച്ചു പട്ടികളുടെ പോലെ. ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ലെന്ന്. എന്നാലേ നീ ചാവാൻ തയ്യാറായിക്കോ. അവൾ എനിക്കുള്ള. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചാവത്തില്ല, തന്നെ കൊല്ലും. ഒന്ന് നിർത്തലാണെന്ന്. എന്നാ നീ പറഞ്ഞ അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്ന അങ്ങനെ അടിമയായിട്ട് ഞാനും എടുക്കോ? പറ്റിയൊരാളുണ്ട്. അതെ, ആ പറഞ്ഞ പ്രശ്നപരിഹാരി നോമാണ്. പറയൂ, എന്താണ് പ്രശ്നം? എന്താ ഈ പോക? ഓക്കെയാണ് പ്രശ്നം, പേടിക്കണ്ട. അത് സ്വാമി കുന്നിരിക്കുമ്പോ വയ്ക്കുന്നതാണ്. സ്വാമിയല്ല, പ്രൊഫസറോ? പ്രൊഫസർ. ഓ, മടിക്കണ്ട, പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല ഡോക്ടറെ. അത്രേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. ഇതാണ് ഗതി നിർവാതി ലേഹ്യം. ഇത് കഴിച്ചാൽ ശരിയാവൂ? ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കഴിക്കേണ്ടി വരികേയില്ല. അതെന്താ? അപ്പ തീരും. നിങ്ങൾ തീരുന്നല്ല, അസുഖം തീരും. ഇതൊരു പ്രാവശ്യം കഴിക്കുമ്പോ ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തും. പിന്നെ നിങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും, ഒരു ഭ്രാന്തനെ പോലെ. അതെ,
ഒരു കാമപ്രാന്തനെ പോലെ. ഇത് കഴിച്ചാ എല്ലാം ശരിയാവോ ഡോക്ടറെ? ഈ സഞ്ജയന്റെ അടുത്തല്ലേ വന്നിരിക്കുന്നത്, എല്ലാം ശരിയാവും. എല്ലാം ശരിയായ ഡോക്ടറെ കാണാൻ ഞാൻ ഇനിയും എത്തും. എല്ലാം ശരിയാകും, നല്ല ഉയർച്ചയേ ഉണ്ടാകും.